കണ്ടക്ടർ ചേട്ടനൊക്കെ എന്നോട് വാട്ട് ഞാൻ ദൈവമേ ഞാൻ അങ്ങനെ പറഞ്ഞു ചേട്ടാ ഞാൻ മലയാളിയോ. അയ്യോ അത് ഭയങ്കര ക്യൂരിയസിറ്റി. മലയാളിയാണോ? റഷ്യൻ ആണെന്നൊക്കെ എന്നോട് ചോദിക്കുന്നത്. വന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം പറഞ്ഞാല് അവിടെ എവിടെയാന്നൊരു ചോദ്യം ചോദിച്ചു ഞാൻ എന്ത് പറയും? മറ്റേ ലാലേട്ടൻ പറയുന്ന പോലെ ജംഗ്ഷനിലും അമേരിക്കൻ ജംഗ്ഷനിലും ഇത്രയും പെട്ടെന്ന് എനിക്കൊരു വിറ്റ്ലിഗോ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യണം. ഇത്രയും നാളായിട്ട് കേരളത്തിൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇല്ലാന്ന് തോന്നുന്നു. അതെ, വിറ്റ്ലിഗോ ഉള്ള ആളുകളൊക്കെ കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് എത്തിക്കണം. കാരണം ഞാൻ ഭയങ്കര സെൻസിറ്റീവ്, എൻ്റെ സ്കിന്നിനെ പോലെ തന്നെ എൻ്റെ ഹൃദയവും ഭയങ്കര ലോലാണ്. എനിക്ക് മുഖത്ത് ലിപ്സ്റ്റിക് ഇല്ല, ബ്ലഷ് ഒന്നും ഇല്ലെങ്കിൽ എനിക്കത് പനിയൊക്കെ പിടിച്ചിരിക്കുന്ന പോലെ ഉണ്ടാവും എന്നെ കാണാൻ. എനിക്ക് ചോറ് ഇട്ടില്ലെന്നും കുഴപ്പമില്ല, പക്ഷെ ലിപ്സ്റ്റിക് ഇടല്ലേന്നൊന്നും പറയില്ല. അമ്മയൊക്കെയാണ് ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കണ്ടേ, അല്ലെങ്കിൽ അവരാണ് ഡിസേർവ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരമ്മ അംഗനവാടിയുടെ ഫ്രണ്ടിൽ നിന്ന് കുട്ടീനെ ചവിട്ടുന്നതാണ്. അപ്പോൾ അത് ന്യൂസ് സ്പ്രെഡ് ആയത് അംഗനവാടിയിൽ ടീച്ചർമാർ ചവിട്ടുന്നു എന്നാണ്. ആൻഡ് സത്യം പുറത്തു വന്നു, അത് ആ കുട്ടിയുടെ സ്വന്തം അമ്മ ചവിട്ടിയ കുട്ടീന് വീണു. ആ കുട്ടി അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ, അങ്ങനെയുള്ള ഇതിൽ നിൽക്കുമ്പോൾ എനിക്കത് പറയാൻ പറ്റില്ല. 3 മണി തൊട്ട് ഉച്ച വരെ മഴ, ഉച്ച തുടങ്ങി ഒരു 6 മണി വരെ കട്ട വെയിൽ, 6 മണി തൊട്ട് പിന്നെ മഴ പെയ്യണ വരെ മഞ്ഞ്. അത് ഒരു ഇമാജിനേഷൻ ആഗ്രഹമാണ്, ഞാൻ പറഞ്ഞ ഒരു പൊട്ട ആഗ്രഹമായിരുന്നു അത്. ഇപ്പം മോഡലിങ്ങിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവല്ലോ. ഇപ്പം ഒരാളുടെ ഒപ്പം റാമ്പ് വാക്ക് നടത്തണം എന്നുള്ളത്. അങ്ങനെ ആരുടെ ഒപ്പം റാമ്പ് വാക്ക് ചെയ്യാനാണ് ആഗ്രഹം? എനിക്ക് റാമ്പ് അങ്ങനെ തോന്നിയിട്ടില്ല ആരുടെയും കൂടെ. അങ്ങനെ എനിക്ക് റാമ്പിൽ ഒരാളുടെ കൂടെ നടക്കണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും ഇല്ല വന്നിട്ടില്ല. ആരെങ്കിലും കൂടെ അഭിനയിക്കണം എന്നൊരാഗ്രഹമുണ്ട് എനിക്ക്. എൻ്റെ റാമ്പിലുള്ളൊരു ആഗ്രഹം ഒരു ഇന്റർനാഷണൽ റാമ്പ് ചെയ്യണം എന്നാണ്. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഒരാളുടെ കൂടെ റാമ്പ് ചെയ്യണം എന്നില്ല. കാരണം നമ്മൾ ഷോക്കേസ് ചെയ്യുന്നത് നമ്മളെ അല്ലല്ലോ, ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡോ അല്ലെങ്കിൽ ഒരു ഡിസൈനർ കോസ്റ്റ്യൂമാണ് നമ്മൾ ഷോക്കേസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും വലിയൊരു ഇന്റർനാഷണൽ റാമ്പ് ചെയ്യണം, അതാണ് ഒരു ബ്രാൻഡ് ബെൻസി അപ്രോച്ച് ചെയ്യാണ്, വിറ്റ്ലിഗോ ഒക്കെ ഹൈഡ് ചെയ്തിട്ട് ഞങ്ങളുടെ ബ്രാൻഡിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് തരണം എന്ന് പറയുകയാണെങ്കിൽ വിൽ യു ആക്സെപ്റ്റ് ദ ഓഫർ? ഓഫ് കോഴ്സ്. ഞാനൊരു മോഡലാണ്, സോ അവർക്ക് എന്താണോ വേണ്ടത് നമ്മൾ അത് ചെയ്തു കൊടുക്കാൻ വില്ലിങ് ആയിരിക്കണം. ഇപ്പോൾ അവരവരുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, അവിടെ ഞാനൊരു മോഡൽ മാത്രമാണ്. അപ്പോൾ അവർ എന്ത് കോസ്റ്റ്യൂമാണോ പറയുന്നത് അല്ലെങ്കിൽ എന്ത് മേക്കപ്പ് ആണോ പറയുന്നത്, എന്നെ എന്ത് രീതിയിലാണോ അവർ ഷോക്കേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ഞാൻ എടുക്കാൻ പാടില്ല. സെയിം ടൈം അവർക്കിപ്പോൾ വേണ്ടത് എൻ്റെ ബോഡിയിൽ വിറ്റ്ലിഗോ ആണ് ഷോക്കേസ് ചെയ്യേണ്ടത്, അവരുടെ തീം അതാണെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യും. അപ്പോൾ അത് ഞാൻ ചെയ്യും. സോ ഒരു മോഡലിൽ ഒരിക്കലും അങ്ങനെ ബാധിക്കാൻ പാടില്ല. ഇന്നത് ഇപ്പോൾ പേഴ്സണലൈസേഷൻ എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ചിലർക്ക് ഇന്നത് ചെയ്യുള്ളൂ, ചിലരൊന്നും ചെയ്യില്ല, അങ്ങനെ പറഞ്ഞ് നോക്കി. ഇപ്പോൾ ഇതൊന്നും എനിക്കങ്ങനെ ഞാൻ ചെയ്യും. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് സായി പല്ലവി ആ ഒരു പ്രേമം മൂവി ഹിറ്റായിരുന്ന ടൈമിൽ, അപ്പോൾ മാത്രമല്ല ഇപ്പോഴാണെങ്കിലും ആൾക്ക് കുറേ കൊളാബ്സും കാര്യങ്ങളും വരുന്നുണ്ടാവും. അപ്പം അതിനകത്ത് ഒരു ഫെയർനെസ് ക്രീമിനെ ആൾ ഒഴിവാക്കിയായിരുന്നു. കാരണം അങ്ങനെ ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ താല്പര്യമില്ല, റോങ് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളതായിരുന്നു ആൾ പറഞ്ഞിരുന്നത്. അപ്പം അങ്ങനെ ഏതെങ്കിലും സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുണ്ടോ, ഇങ്ങനെ ഒരു റോങ് ഇൻഫർമേഷൻ ഞാൻ എൻ്റെ വ്യൂവേഴ്സിന് കൊടുക്കില്ല? അങ്ങനെ കാരണം എനിക്കും ഈ വൈറ്റനിങ് ക്രീമിന്റെ ഒക്കെ ആഡ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ ഫേസ് ക്രീം അപ്ലൈ ചെയ്തിട്ട് വൈറ്റ് ആയി എന്ന് പറയാം, അത് പെയ്ഡ് ആഡ്സ് ആണ് മോസ്റ്റ്ലി വന്നിട്ടുള്ളതൊക്കെ. അപ്പോൾ അതെന്തായാലും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഓൾറെഡി എൻ്റെ പ്രൊഫൈലിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് വിറ്റ്ലിഗോ മോഡലാണ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ എൻ്റെ വീഡിയോസിലും പിന്നെ എന്നെ വളരെ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ അറിയാം എനിക്ക് വിറ്റ്ലിഗോ ആണ്. ഞാൻ വിറ്റ്ലിഗോ വെച്ചിട്ടാണ് ഇങ്ങനെ ഫെയർ ആയിട്ടിരിക്കുന്നത്. അതിപ്പോൾ ഞാൻ എങ്ങനെയാണ് എന്നെ അറിയാത്ത ഒരാൾക്കാർക്കോടെ അടുത്ത് പറയുന്നത് ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ടാണ് ഞാൻ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് വൈറ്റ് ആയിട്ടിരിക്കുന്നത്, അപ്പോൾ അതൊരു ഫേക്ക് ഇൻഫർമേഷൻ അല്ലേ. സോ അങ്ങനെ ഒരു ഫേക്ക് ഇൻഫർമേഷൻ കൊടുത്ത് ആൾക്കാരിലേക്ക് ഒരു സാധനം കൊടുക്കണം എന്ന് എനിക്ക് ഇല്ല. ഞാൻ എന്താണോ ഞാൻ അത് തന്നെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം ഒരു ബ്യൂട്ടി ക്വീൻ മാനുഷി ചില്ലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൾക്ക് കിട്ടിയൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കേണ്ട ഒരു ജോലി ഏതാന്ന് ചോദിച്ചു. അപ്പോൾ ആള് പറഞ്ഞ ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാരുടെ ജോലി എന്നുള്ളതാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നുണ്ടോ?
ഇത് എനിക്ക് പൊങ്കാലയ്ക്കുള്ളൊരു വകയാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയാണ്. അതെ, എനിക്ക് അങ്ങനെ യോജിക്കാണ്ടിരിക്കേണ്ട കാര്യമില്ല, ബട്ട് യോജിക്കണം എന്നും തോന്നുന്നില്ല. എനിക്ക് രണ്ടെണ്ണത്തരമുണ്ട്. കാരണം അതായത് ഇപ്പൊ ആ ഒരു വ്യക്തി ആൻസർ പറഞ്ഞത് ആളുടെ ലൈഫ് സ്റ്റൈലിൽ നിന്നാണ്, അല്ലെങ്കിൽ ആളുടെ ജീവിതത്തിൽ നിന്ന് ഒരു ഉത്തരം വന്നതാണ്. എല്ലാവർക്കും സെയിം അനുഭവം ആയിരിക്കില്ല ലൈഫിൽ ഉണ്ടാവുന്നത്. സോ നമ്മളിപ്പോ കാണുന്ന കാലഘട്ടത്തിൽ സ്വന്തം മക്കളെ എറിഞ്ഞു കൊല്ലുന്ന തീർച്ചയായിട്ടും അതെ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് അമ്മയൊക്കെയാണ് ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവരാണ് ഡിസേർവ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ റീസെന്റ് കൂടി ഇന്ന് രാവിലെ കൂടി ഞാൻ കണ്ടത് ഒരു നമ്മുടെ നാട്ടിലല്ല, പുറത്തെവിടെയോ നോർത്ത് സൈഡ് എവിടെയോ ആണ്, ഒരമ്മ അംഗനവാടിയുടെ ഫ്രണ്ടിൽ നിന്ന് കുട്ടീനെ ചവിട്ടുന്നതാണ്. എന്നിട്ട് അപ്പോൾ അത് ന്യൂസ് സ്പ്രെഡ് ആയത് അംഗനവാടിയിൽ ടീച്ചർമാർ ചവിട്ടുന്നു എന്നാണ്. ആൻഡ് സത്യം പുറത്തു വന്നു, അത് ആ കുട്ടിയുടെ സ്വന്തം അമ്മ ചവിട്ടിയ കുട്ടീന് വീണു ആ കുട്ടി. അതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ, അങ്ങനെയുള്ള ഇതിൽ നിൽക്കുമ്പോൾ എനിക്കത് പറയാൻ പറ്റില്ല. പിന്നെ എല്ലാവർക്കും ആരെങ്കിലുമൊക്കെ ഒരു ഹീറോ ഉണ്ടാവും ലൈഫിൽ. ചിലർക്ക് അമ്മയായിരിക്കാം, ചിലർക്ക് അച്ഛനായിരിക്കാം. സോ അത് അവർക്ക് എങ്ങനെയാണോ അവരെ അക്സെപ്റ്റ് ചെയ്ത് അവരെങ്ങനെയാണ് കൊണ്ടുവന്നതെന്നുള്ളത് അവരുടെ ലൈഫ് സ്റ്റൈലിൽ നിന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ആ ഒരു ഉത്തരത്തിന് എനിക്ക് ഈ ഒരു ആൻസറാണ് പറയുന്നത്. ഓക്കെ. ഇപ്പം ഒരുപാട് പേര് ചേച്ചിനെ കണ്ടിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ടാവും, മദാമയാണോ കേരളക്കാരി അല്ല എന്നൊരു ധാരണയിൽ. അങ്ങനെ എപ്പോഴെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായി? അങ്ങനെയേ ഉള്ളൂ. എല്ലാവരും എനിക്ക് തോന്നുന്നത്, ഞാൻ ഒന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പല്ല, ഇപ്പൊ കുറച്ച് പേർക്കൊക്കെ എന്നെ മനസ്സിലാവും എന്നുണ്ട്, വളരെ കുറച്ച് പേർക്ക്. ഒരു ദിവസം ഒരാളെങ്കിലും വരുന്നുള്ള രീതിയിലുണ്ട്, വീഡിയോസ് ഒക്കെ ചെയ്യുന്നതല്ലേ അങ്ങനെയൊക്കെ ചോദിക്കും. അതിന് മുന്നേ ഒരു ടൈം ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്നതാണ്, ബസ്സോ ട്രെയിനൊക്കെ. അപ്പൊ എൻ്റെ അടുത്ത് ആരും വന്നിരുന്നാലോ അല്ലെങ്കിൽ അവരൊക്കെ വന്ന് എൻ്റെ അടുത്ത് ഇംഗ്ലീഷൊക്കെ സംസാരിക്കും. എനിക്ക് തോന്നുന്നു ബസ്സിലൊക്കെ വന്നിട്ട് കണ്ടക്ടർ ചേട്ടനൊക്കെ എന്നോട് വാട്ട് ഞാൻ ദൈവമേ ഞാൻ അങ്ങനെ പറഞ്ഞു, ചേട്ടാ ഞാൻ മലയാളിയോ? അപ്പൊ അവര് അയ്യോ അത് ഭയങ്കര ക്യൂരിയോസിറ്റി, മലയാളിയാണോ? ഞാൻ കളറൊക്കെ കണ്ടപ്പോ വിചാരിച്ചു മലയാളി ഇല്ലെന്ന്. പിന്നെ അതെങ്ങനെ ഇങ്ങനെ കളർ കിട്ടിയത്? പിന്നെ എന്നെ കുറെ ചോദ്യം ചോദിക്കും. എന്തെങ്കിലും ബ്യൂട്ടി സീക്രറ്റ്സ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്, ലൈക്ക് ഫേസ് പാക്ക് കാര്യങ്ങളൊന്നും ഒന്നും യൂസ് ചെയ്യാറില്ല? സ്കിൻ കെയർ ചെയ്യാറുണ്ടോ? വാട്ട് ഈസ് യുവർ സ്കിൻ കെയർ? ഇപ്പൊ മോർണിംഗ് റൂട്ടീനും നൈറ്റ് റൂട്ടീനും? ആകെ ഒരു റൂട്ടീനേ ഉള്ളൂ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. വേറെ ഒന്നും ചെയ്യാറില്ല? എന്നെ കണ്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്ന തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല, എന്നാലും എനിക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ എനിക്ക് കൈമൊക്കെ ഹെയർ ഒക്കെ ഉണ്ട്, ഭയങ്കര കുറവാ. ഞാൻ അതുപോലും റിമൂവ് ചെയ്യാറില്ല. എനിക്ക് ഞാനൊന്നും ഇല്ല. ഞാൻ എന്താ ചെയ്യാ? ആകെ വല്ലപ്പോഴും നമ്മളൊരു പെഡിക്യൂർ ചെയ്യും. അത് നമുക്ക് സ്കിന്നൊക്കെ ഇളകി പോകുന്ന ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മൾ പെഡിക്യൂർ ചെയ്യും. അല്ലാതെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒന്നും വരാറില്ല? നമ്മൾ എന്നിങ്ങനെ കുത്തിപ്പൊട്ടിക്കും. നമ്മളിങ്ങനെ പിടിച്ച് മൂക്ക് അമർത്തി കഴിഞ്ഞാൽ അത് വരൂല്ലേ? വരും. അത് കാരണം എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകാറുണ്ടോ കുട്ടി? മുടിയിൽ എന്തെങ്കിലും ചെയ്യാൻ പോവാറുണ്ട്, അല്ലാതെ ഫേസിന് ചെയ്യാൻ പോവാറില്ല. ത്രെഡിങ് ഒക്കെ ഞാൻ തന്നെയാണ്. എനിക്ക് ആക്ച്വലി ത്രെഡ് ഇല്ല, നൂല് വെച്ചിട്ടുള്ള പരിപാടി ഇങ്ങനെ വലിച്ചു പറക്കണം, എനിക്കത് വർക്കൗട്ട് ആവില്ല. ചിലപ്പോ എനിക്ക് മുറിവ് വരും, എനിക്ക് വാക്സിങ് പറ്റില്ല. ഇതൊക്കെ വലിച്ചെടുത്ത് എന്റെ തൊലിയൊക്കെ പറഞ്ഞു വരും. അപ്പൊ ഞാൻ തന്നെ മറ്റേ ഫേസ് റൈസർ വെച്ചിട്ട് ഞാൻ തന്നെ ചെയ്യും. അതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നത്. ത്രെഡിങ് ഫേസ് റൈസർ വെച്ച് ചെയ്തതാണോ ഇത്? ഓ നൈസ്. ഇപ്പം ഒരുപാട് പേര് ഈ റീൽസ് ഒക്കെ കാണുമ്പോൾ വിചാരിക്കണം എന്ത് ഭംഗിയുള്ള കുട്ടിയാണ്, എന്ത് നല്ല പിരുകമാണ്, എന്ത് നല്ല കണ്ണാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നമ്മൾ പൊതുവെ കപ്പിൾസിന്റെ കാര്യം കേട്ടിട്ടുണ്ട്, അങ്ങനെ രണ്ടുപേരുള്ള ഫോട്ടോ ഇട്ട് പിറ്റേ ദിവസം അടിയാന്ന്. അതേപോലെ എന്തെങ്കിലും ഇങ്ങനെ റീൽസ് ഒക്കെ ഇട്ടിട്ട് കണ്ണേറ് തട്ടിയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടോ? എനിക്ക് കണ്ണൂരിലൊന്നും വിശ്വാസമൊന്നും ഇല്ല, പക്ഷെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ട് വിശ്വാസം വന്നു. അത് വിശ്വസിക്കണമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൊണ്ട് അത് തന്നെ ആയിരിക്കുമോന്ന് അറിയില്ല. ഞാനിപ്പോ ഇത് പോയി എന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ദൈവത്തിനെ വിളിക്ക്, പള്ളി പോകണം, പ്രാർത്ഥിക്കണം എന്ന് പറയാം. എന്റെ അമ്മ കുറെ അങ്ങ് പറയും. അപ്പൊ പള്ളി പോവാറുണ്ടോ? ഞായറാഴ്ച പോവാറുണ്ടോ? ഈസ്റ്ററിനെങ്ങാണ്ട് പോയതാ. ആണോ? ഞാനും നമ്മൾ ഒരേ ടീമാണ്.
അല്ല പോണം എനിക്ക്. ഞാനിപ്പം ഞാൻ എല്ലാ പ്രാവശ്യം വിചാരിക്കും പോകണമെന്ന്, പക്ഷെ ഞായറാഴ്ച ഞാൻ ഇവിടെ ഷൂട്ടിന് വരില്ലേ, അപ്പൊ എനിക്ക് പോകാൻ പറ്റില്ല. അരച്ച വൈകുന്നേരമൊക്കെ ഉണ്ട് കേട്ടോ. പള്ളിപ്പോക്ക് ആക്ച്വലി ഞാൻ അങ്ങനെ വലിയൊരു ബിലീവറാണ്. ദൈവം എന്നെ പൊങ്കാലിടും എൻ്റെ വീട്ടുകാരൊക്കെ കൂടെ. ഞാൻ അത്ര ഒരു വിശ്വാസിയാണോന്ന് വെച്ചാൽ എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. ബട്ട് എനിക്ക് വിശ്വാസം ഇല്ലാത്തൊരു സാധനം അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പ്രാർത്ഥനയും പരിപാടിയൊക്കെ ഇല്ലേ. ദൈവം ഒന്നല്ലേ ഉള്ളൂ, എല്ലായിടത്തും ഓടി നടക്കേണ്ട ആവശ്യമൊന്നും. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ സെയിം തന്നെ വേറൊരു സ്ഥലത്ത് പോയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ സെയിം ആളോട് തന്നെയല്ലേ പ്രാർത്ഥിക്കുന്നത്. അപ്പം ആ സ്ഥലത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എനിക്കറിയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കുറേയൊക്കെ ചിന്തിക്കേണ്ടി വരും. ഞാൻ വല്ലാണ്ട് അതെ, ഞാൻ വേറെ എവിടേക്കൊക്കെ പോകുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു സീരിയസ് ടോക്ക് മാറ്റാൻ ഒരു റാപ്പിഡ് ഫയർ ഇനിയുണ്ടോ? ശരി. ഫെയിം ഓർ പീസ്? പീസ് വേണ്ട, ഇപ്പൊ ഞാൻ ഫുൾ പീസിലാണ്. എനിക്ക് കുറച്ച് ഫെയിം മതി. പീസ് എനിക്ക് പണ്ടുണ്ടായിരുന്നു. മേക്കപ്പ് ഓർ നാച്ചുറൽ? മേക്കപ്പ്. ഓ, ഇത് മിക്കവാറും പോകാൻ ഇത്രയും ഭംഗിയുണ്ടായിട്ട് ഇനി വേണമെന്നായിരിക്കും. എനിക്ക് മുഖത്ത് ലിപ്സ്റ്റിക് ഇല്ല, ബ്ലഷ് ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് അത് പനിയൊക്കെ പിടിച്ചിരിക്കുന്ന പോലെ ഉണ്ടാവും എന്നെ കാണാന്. ഇപ്പോഴുള്ള ഞാനേ ആയിരിക്കില്ല അപ്പൊ ഉണ്ടാവുക. എനിക്കെന്തോ വയ്യാണ്ടിരിക്കാതെ ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു റീൽ അതുണ്ട്, ഒരു റീലില്ലേ അത്? ഞാൻ മേക്കപ്പ് ഇല്ലാത്ത റീലൊക്കെ ഉണ്ട്. യെസ്, ചിലപ്പോ എന്തെങ്കിലും ചെറുതായിട്ട് ഇട്ടിട്ടുണ്ടാവും. പിന്നെ ഞാൻ പറയില്ലേ, നമുക്ക് എനിക്ക് ചോറ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ലിപ്സ്റ്റിക് ഇടല്ലേന്നൊന്നും പറയല്ലേ. ലിപ്സ്റ്റിക് ആണ് ചോറിനേക്കാൾ. എനിക്ക് അങ്ങനെ ഒരു തട്ടക്കം ഉണ്ട്. ശരിയൊന്നല്ല, എന്നാലും അങ്ങനെ. ഇൻസ്റ്റഗ്രാം ഓർ റിയൽ ലൈഫ്? റിയൽ ലൈഫ്. റിയൽ ലൈഫ്. കേരള ഓർ അബ്രോഡ്? കേരള. കേരളത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? മഴ. അത് അബ്രോഡ് പോയ മഴയില്ലേ? അല്ല, ഇവിടെ മഴയൊക്കെ വരുമ്പോ ഇങ്ങനെ പതിച്ചും കൂടെ കിടക്കാൻ നല്ല സുഖമല്ലേ. 1 മണിക്ക് പോവാ. കുറെ പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. പെട്ടെന്ന് രാവിലെ ആവും. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ചെറുപ്പത്തിൽ, ഒരു പൊട്ട ആഗ്രഹം ഞാൻ പറയാം. രാത്രി മൊത്തം മഴ. അല്ലല്ല, രാത്രി അല്ലല്ലോ, ഒരു 3 മണി തൊട്ട് ഉച്ച വരെ മഴ. ഉച്ച തുടങ്ങി ഒരു 6 മണി വരെ കട്ട വെയിൽ. 6 മണി തൊട്ട് പിന്നെ മഴ പെയ്യണ വരെ മഞ്ഞ്. അതൊരു ഇമാജിനേഷൻ ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞ ഒരു പൊട്ട ആഗ്രഹമായിരുന്നു അത്. അല്ല, അത് എന്തിനു വേണ്ടിയായിരുന്നു? അല്ല, ഒരു ക്ലൈമറ്റ് ആഗ്രഹം. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോണം എല്ലാ ദിവസവും. അതാകുമ്പോ നമുക്ക് തുണിയൊക്കെ ഉണങ്ങി കിട്ടാൻ ഒരു സമയം ഉണ്ടല്ലോ. അത് ശരിയാ. മഴയുണ്ട്, വെള്ളം കിട്ടും, പിന്നെ വെള്ളം മാറ്റാൻ വെയിലുണ്ട്, എല്ലാം ഉണ്ടല്ലോ അല്ലെ. എൻ്റെ ഒരു ആഗ്രഹങ്ങൾ. ഫോട്ടോഷൂട്ട് ഓർ റാമ്പ് വാക്ക്? ഫോട്ടോഷൂട്ട്. ലവ് മാരേജ് ഓർ അറേഞ്ച്ഡ് മാരേജ്? ലവ് മാരേജ്. ബ്ലോക്ക് ഓർ റിപ്ലൈ ടു ഹേറ്റേഴ്സ്? രണ്ടും ഇല്ല, മിണ്ടാതിരിക്കും. സൈലൻസ് ആണ് ബെസ്റ്റ് ആൻസർ എന്ന് വിശ്വസിക്കുന്നു. ബ്യൂട്ടി വിത്ത് കോൺഫിഡൻസ് ഓർ ബ്യൂട്ടി വിത്ത് മേക്കപ്പ്? ബ്യൂട്ടി വിത്ത് കോൺഫിഡൻസ്. അതിനൊരു എക്സാമ്പിൾ ആരെങ്കിലും മനസ്സിലുണ്ടോ? എന്റെ മൈൻഡിൽ ഞാൻ ഇങ്ങനെ മനസ്സിൽ പ്രിയങ്ക ചോപ്രനൊക്കെ ഞാൻ വേറെ ആരും പേര് പറയും. എനിക്കാരും മനസ്സിൽ വന്നില്ല കേട്ടോ. റാപ്പിഡ് ഫയർ അല്ലേ? ശരിയാ, പെട്ടെന്ന് പറയണം. എനിക്ക് ആരും മനസ്സിൽ വന്നില്ല, എന്നെ തന്നെ വന്നുള്ളൂ. One word to describe yourself? യുണീക്ക്. ഓക്കെ, എന്തുകൊണ്ടാണ് യുണീക്ക് ആണെന്ന് തോന്നാൻ കാരണം? യെസ്, എവറി പേഴ്സൺ ഇസ് യുണീക്ക് ഇൻ ദെയർ വേ. എന്നാലും യുണീക്ക് ഫീച്ചേഴ്സ് എന്തൊക്കെയോ? ഓഫ് കോഴ്സ് ഞാൻ ഭയങ്കര ഫെയർ ആണ്. ഓക്കെ, ആ ഫെയർനെസ് ഉള്ളത് കൊണ്ട് തന്നെ എന്നെ എല്ലാവരും മലയാളിയാണെന്ന് കണ്ടാൽ പറയുന്നില്ല. എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് തോന്നുന്നത്. എനിക്കത് സംടൈംസ് ആണ്. കാരണം ഇപ്പോൾ റഷ്യൻ ആണെന്നൊക്കെ എന്നോട് ചോദിക്കുന്നത്. വന്നിട്ട് റഷ്യക്കാരുടെ ഒരു കാലമാണ്. റഷ്യനോ അങ്ങനെ ഞാൻ കേൾക്കാത്ത സ്ഥലത്തിന്റെ പേരൊക്കെ ചോദിക്കുന്നത്. എനിക്കാണെങ്കിൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇഫ് ഐ സെഡ് യെസ്, അവിടെ എവിടെയാന്ന് വെച്ചാൽ എനിക്ക് ആകെ പറയാനറിയുന്ന ജംഗ്ഷൻ മാത്രമാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ സത്യം പറയും. ഏതെങ്കിലും ഒരു സ്ഥലം പറഞ്ഞാല് അവിടെ എവിടെയാന്നൊരു ചോദ്യം ചോദിച്ചു ഞാൻ എന്ത് പറയും? മറ്റേ ലാലേട്ടൻ പറയുന്ന പോലെ ജംഗ്ഷനിൽ, അമേരിക്കൻ ജംഗ്ഷനിൽ പറയണ്ട. പിന്നെ എന്തെങ്കിലും ചോദിച്ചാൽ പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ പറയാൻ. സോ എന്തിനാ സത്യം പറഞ്ഞാൽ പറയും. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഡ്രീം എന്താ? എനിക്ക് ആക്ച്വലി കുറേ ഡ്രീംസ് ഉണ്ട്. ബട്ട് ഇപ്പോൾ എത്രയും പെട്ടെന്ന് എനിക്കൊരു വിച്ച് ലെഗോ കമ്മ്യൂണിറ്റി
സ്റ്റാർട്ട് ചെയ്യണം ഇത്രയും എന്നുള്ളതാണ്. നാളായിട്ട് കേരളത്തിൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇല്ലാന്ന് തോന്നുന്നു. അതെ, കേരളത്തിലില്ല, ബട്ട് ഇന്ത്യയിൽ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട് yes, വിറ്റ്ലിഗോ റിലേറ്റഡ് ഉണ്ട്. അതല്ലാണ്ട് സ്കിന്നിന് വേറെ കണ്ടീഷൻസ് ഉള്ളതിനൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കമ്മ്യൂണിറ്റീസ് ഓൾറെഡി ഇന്ത്യയിലുണ്ട്, പല സ്ഥലത്തും ഉണ്ട്, കേരളത്തിലും ഉണ്ട്. ബട്ട് വിറ്റ്ലിഗോ കമ്മ്യൂണിറ്റി ഇല്ല കേരളത്തിൽ. സോ എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യണം. വിറ്റ്ലിഗോ ഉള്ള ആളുകളൊക്കെ കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് എത്തിക്കണം, അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റണം. അതിൽ തന്നെ കഴിവുള്ള ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റണം, അവരുടെ കഴിവിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. പിന്നെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വിറ്റ്ലിഗോ ഉള്ളവരെ സാധാരണ മനുഷ്യന്മാരെ പോലെ തന്നെ കാണാനായിട്ട് പബ്ലിക്കിന് പറ്റണം. എല്ലാവരും മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന 1-2 പ്രശ്നമുണ്ട്. വിറ്റ്ലിഗോ ഉള്ള ആൾക്കാർ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കും അവർ. അത് ഭയങ്കരമായിട്ട് അൺകംഫർട്ട് ചെയ്യും. നമ്മളൊരു നല്ലൊരു കാര്യത്തിന് നമ്മൾ മൈൻഡൊക്കെ ഓക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നല്ല പോസിറ്റീവ് മൈൻഡിൽ ഇരുന്നിട്ട് നമ്മളിപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുന്നത് ഇൻ്റർവ്യൂവിന് പോകാനിരിക്കുക, ഒരാൾ നമ്മൾ വന്ന് കണ്ടു, ആൾ നമ്മൾ കയ്യിലേക്ക് നമ്മുടെ പാച്ചുള്ള ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ എല്ലാ കോൺഫിഡൻസും പോകും. അവിടെ നമ്മൾ ഭയങ്കര എംപ്റ്റി ആവും, നമ്മൾ ബ്ലാങ്ക് ആവും. ഇത് ഇപ്പോൾ ഞാൻ ഇരുന്ന് ഒരാളോട് സംസാരിക്കുമ്പോൾ ആൾക്കത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ബട്ട് വിറ്റ്ലിഗോ ബാധിച്ച ഒരാൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം അവർക്കേ അറിയുള്ളൂ അതിൽ എത്രത്തോളം. ഇപ്പം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെയോ ഇന്നലെയോ ആണ് കണ്ടൊരു കമൻറ്റാണ്, വിറ്റ്ലിഗോ വന്നിട്ട് ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആ കമൻറ്റിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ ആം തിങ്കിങ് ആളുടെ ഒരു മാനസികാവസ്ഥ പബ്ലിക് അവരങ്ങനെ ആയിരിക്കാം ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഒരുപക്ഷെ ആൾക്കാർ ചോദ്യം ചെയ്യലുകൾ, നാട്ടുകാർ ആ ഒരു ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടായത് ഇവർക്ക് എന്തോ പ്രശ്നമാണെന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നിന്നും ഇവർക്ക് കറക്റ്റായിട്ടുള്ളൊരു അവയർനെസ്സോ ഇതിനെപ്പറ്റിയുള്ള അറിവോ ഇല്ലാത്തത് കൊണ്ടാണ്. സാധാരണ ഇപ്പോൾ ഇത് വന്നുകൊണ്ട് ആരും മരിച്ചു പോകുന്നില്ല, ഇത് വന്നുകൊണ്ട് വേറെ ആർക്കും കുഴപ്പങ്ങളൊന്നുമില്ല. ആ ഉള്ള വ്യക്തിക്ക് കുറച്ച് സ്ട്രഗിളുണ്ട്, അതില്ലെന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു കമ്മ്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ വിഷമങ്ങൾ ഈ വിറ്റ്ലിഗുള്ള ആൾക്കാരോട് ബാക്കി എല്ലാവരും കുറച്ച് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. ആക്ച്വലി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വിറ്റ്ലിഗ് ബാധിച്ച ഒരാൾക്ക് അറിയാം, ആൾക്ക് ചിലപ്പോൾ ഇതിൽ നിന്നൊരു കംബാക്ക് ഉണ്ടാവില്ല, ചിലപ്പോൾ ഇത് മാറുമായിരിക്കാം. ഇത് നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ബാക്കിയുള്ളവരും കൂടെ ഭയങ്കര മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് നമ്മൾ പറഞ്ഞ മോട്ടിവേഷനിൽ നിന്ന് ഇവർ ഭയങ്കരമായിട്ട് ഹൈപ്പ് കയറി പോകുന്നൊക്കെ. ബട്ട് എല്ലാവർക്കും ആ മോട്ടിവേഷൻ വർക്കൗട്ട് ആവില്ല. ചിലർക്കൊക്കെ അത് ഭയങ്കര ഇറിറ്റേഷനാണ്. ഇതിനെപ്പറ്റി സംസാരിക്കുന്നതേ ഇറിറ്റേഷനാണ്. കാരണം അവരെവിടെ പോയാലും ഇതൊക്കെ തന്നെ അവർ കേൾക്കുന്നുള്ളൂ. അവരെ ജസ്റ്റ് നോർമൽ നമ്മളുടെ കൂടെയുള്ള ഒരാളുടെ പോലെ കൺസിഡർ ചെയ്താൽ മതി. എൻ്റെയും ആഗ്രഹം. എനിക്ക് തോന്നുന്നു മമത മോഹൻദാസിനും സെയിം ഒരു സൈഡാണുള്ളത്. പക്ഷേ ഷീ ഈസ് കമ്മിങ് ബാക്ക്, എല്ലാ രീതിയിലും ആ സ്ട്രഗിൾസ് ഓവർകം ചെയ്ത് വരുന്നുണ്ട്. അപ്പം ആളും ഒരു നല്ല റോൾ മോഡലാണ് തോന്നുന്നത്. അതെ അതെ, അതും അവരും അതെ വിറ്റ്ലിഗോ ഒരു വേൾഡ് വിറ്റ്ലിഗോ ഡേയിലാണ് അത് അനൗൺസ് ചെയ്തത്, ആൾക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. ബട്ട് നമ്മൾ ആളെ വേറെ രീതിയിൽ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല, 2 ഷെയ്ഡിൽ കണ്ടിട്ടില്ല. ബട്ട് മേ ബി സ്പ്രെഡ് ആയിട്ടുണ്ടാവാം, മേ ബി ക്യൂർ ആയിട്ടുണ്ടാവാം. ആൾ അത്രയും പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മളും അതിനകത്തേക്ക് കടക്കുന്നില്ല. യെസ്, ഓക്കെ. എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റീസ് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? അവർക്ക് അവിടം വരെ എത്താൻ പറ്റിയല്ലോ, അപ്പോൾ എനിക്കും എത്താൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എന്നെ ഇൻസ്പയർ ചെയ്ത ഒരാളേ ഉള്ളൂ, വിന്നി ഹാലോ. നേരത്തെ പറഞ്ഞു. യെസ്, അതൊരു ഫേമസ് മോഡലാണ്. അപ്പോൾ അവരുടെ ചെറുപ്പത്തിലേ ഉണ്ട് അവർക്ക് വിറ്റ്ലിഗോ. അവരൊരു കിഡായിരുന്നപ്പോൾ ഇപ്പോൾ പല പല ബ്രാൻഡുകളുടെയും അംബാസഡർ തുടങ്ങി വലിയ പൊസിഷനിൽ നിൽക്കുന്ന ഒരു മോഡലാണ്. ആൻഡ് ആളുടെ ഫിസിക്കായാലും ആൾക്ക് ആകെ വിറ്റ്ലിഗോ ഉണ്ട്. അതർവൈസ് ഷീസ് അത്രയും ഹോട്ടാണ്, ഭയങ്കര രസമാണ് അവരെ കാണാൻ തന്നെ. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കിപ്പോൾ ഞാൻ അത്ര ഫേമസ് ഒരു മോഡലല്ല, ബട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനിപ്പോൾ മൂവി ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഒരു വെബ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതല്ലാണ്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് പരിപാടികളിൽ നമ്മൾ പോയിട്ടുണ്ട്. ഇതിനൊക്കെ പിന്നിൽ ഒരു ഇൻസ്പിറേഷൻ വിന്നി ഹാലോ ആണ്. മൂവീസിൻ്റെ കാസ്റ്റിങ്ങിന് പോയിട്ട് എപ്പോഴെങ്കിലും ഇങ്ങനെ ഓഡിഷൻസിന് പോയിട്ടുണ്ടോ? ഞാൻ വളരെ കുറവാണ് ഓഡിഷന് പോയിട്ടുള്ളത്, ബട്ട് പോയിട്ടുണ്ടായിട്ട് ആക്ടിങ് സ്കിൽസ് കുഴപ്പമില്ല, പക്ഷെ ഈ ഒരു റീസൺ കൊണ്ട് മാത്രം എവിടെയെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ?
ഇല്ല, കാരണം ഞാൻ ആദ്യം തന്നെ പറയാറുണ്ട്, എനിക്ക് കോൾ വരുമ്പോൾ തന്നെ എനിക്കിങ്ങനെ ഒരു കണ്ടീഷൻ ഉള്ളതാണ്, നിങ്ങളുടെ ക്യാരക്ടറിന് അത് ഓക്കെ ആവുമെന്ന് എനിക്കറിയില്ല, എന്നിട്ട് അവർക്ക് അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ പോകാറുള്ളൂ. കാരണം എനിക്ക് എൻ്റെ മൈൻഡ് ബാഡ് ആക്കണം, ഞാൻ അങ്ങനത്തെ സാഹചര്യങ്ങൾ മാക്സിമം ഒഴിവാക്കും. കാരണം ഞാൻ ഭയങ്കര സെൻസിറ്റീവ്, എൻ്റെ സ്കിന്നിന് പോലെ തന്നെ എൻ്റെ ഹൃദയവും ഭയങ്കര ലോലാണ്. അപ്പോൾ എന്തെങ്കിലും ചെറുത് കിട്ടിയാൽ തന്നെ ഞാൻ വിഷമിക്കും, ചിലപ്പോൾ എൻ്റെ ഒരു ദിവസം മുഴുവൻ പോവും. അല്ലെങ്കിൽ ചെറുതെന്തെങ്കിലും കിട്ടിയാൽ തന്നെ ഞാൻ ഒത്തിരി സന്തോഷിക്കും. ഒന്നും വേണ്ട, എൻ്റെ ഏയുടെ പൂച്ചയുടെ റീലൊക്കെ ഇല്ലേ, അയ്യോ അതിൽ ഗർഭിണിയായ പൂച്ചേനെ ഉപേക്ഷിച്ച് പോകുന്ന കാട്ടുപൂച്ച, എന്നിട്ട് ഗർഭിണി പൂച്ച കഷ്ടപ്പെടുന്നു മക്കളെ വളർത്താൻ. അപ്പൊ അത് തന്നെ എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അതുപോലെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ചെറുത് എന്തെങ്കിലുമൊക്കെ കണ്ട തന്നെ ഞാനും സന്തോഷിക്കും. സ്കിൻ പോലെ തന്നെ സെൻസിറ്റീവ് ആണ്. ഇപ്പോൾ വിറ്റ്ലിഗോനെ പറ്റി ഒരു കോമൺ മിസ്കൺസെപ്ഷൻ ഉണ്ടാവും. ഏത് മിസ്കൺസെപ്ഷൻ ആണ് ഇവിടെ ഇപ്പോൾ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത്? ഈ വിറ്റ്ലിഗോന് മാറാനായിട്ടുള്ള ചാൻസസിനെ പറ്റി കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ മനസ്സിലാക്കേണ്ടത് പലർക്കും പല രീതിയിലാണ് വരുന്നത്. ഒരാൾക്ക് ഫിംഗറിന് ടിപ്പി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മറ്റൊരാൾക്ക് ചിലപ്പോൾ വേറെ ശരീരത്തിൻ്റെ ഏതെങ്കിലും വേറെ അവയവത്തിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വിറ്റ്ലിഗോയും ക്യൂർ ആവുന്നതല്ല, ബട്ട് എല്ലാം ക്യൂർ ആവാത്തതുമല്ല. ചിലർക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് മാറിയിട്ടുള്ളതുണ്ട്, ചിലർക്ക് മാറില്ല. പിന്നെ ഇതിൻ്റെ പേരിൽ കുറേ സ്കാമൊക്കെ ഉണ്ട്. ഇന്ന സ്ഥലത്ത് പോയി ട്രീറ്റ് ചെയ്താൽ മാറും. അപ്പോൾ ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ആൾക്കാർ ഓൾറെഡി ഒബ്സസ്ഡ് ആണ് വന്നിട്ടുള്ളവർക്ക്. അപ്പോൾ കേൾക്കുമ്പോൾ ആൾക്കാർ അങ്ങോട്ട് പോവും, ട്രീറ്റ്മെൻറ്റ് എടുക്കും. ചിലർക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഈവൻ ഞാൻ നല്ല രീതിയിൽ ഒത്തിരി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് എൻ്റെ ബോഡിക്ക് മെഡിസിൻ ഒന്നും താങ്ങാൻ പറ്റാണ്ട് എൻ്റെ വെയിൻസൊക്കെ കട്ടായി, എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ വെയിൻസൊക്കെ പോയി എനിക്ക് നോസ് ബ്ലീഡിങ് ഒക്കെ വരാൻ തുടങ്ങി. ആ ഒരു മൊമെൻറ്റിലാണ് ഞാനിത് ക്വിറ്റ് ചെയ്തത്. ഓക്കെ. കാരണം എനിക്കൊന്നും വർക്കൗട്ട് ആവുന്നില്ല. അതും ഒരു റിയലൈസേഷനാണ്. ഒരു പോയിന്റ് എത്തുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് എന്തായാലും ഇത് മാറുന്നില്ല, ഇതിങ്ങനെ ഓരോ സ്ഥലത്ത് വേറെ വേറെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിന് കൂടുതൽ ട്രീറ്റ് ചെയ്ത് കുറേ പൈസ കളഞ്ഞിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഈവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചധികം ആൾക്കാരുടെ, അതായത് സെലിബ്രിറ്റീസിൻ്റെ കസിൻസ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല ആരും, അവർക്കൊക്കെ ഉണ്ട്. അവർക്കുള്ള പൈസ ഇല്ലാണ്ടൊന്നുമല്ല. സോ അവർക്കിത് മാറില്ല, ക്യൂർ ആവില്ല എന്നൊരു റിയലൈസേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇതില്ലാത്തത്. അപ്പോൾ കുറേ പേർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഇന്ന സ്ഥലത്ത് പോയത് എന്തായാലും മാറും അങ്ങനെയൊക്കെ. ബട്ട് മാറും, എല്ലാ വീട്ടിലേക്കുമല്ല, ചിലത് മാറില്ല. അതൊരു ഇതാണ്. പിന്നെ എനിക്ക് വന്നിട്ടുള്ള 1-2 മെസ്സേജസ് ആണ്. മക്കൾക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അമ്മമാർ, അതായത് അവരുടെ പാരൻസ് ആണ് മെസ്സേജ് അയക്കുന്നത്, മോൾക്ക് ഇതുണ്ട്, മോനിതുണ്ട്, 7 വയസ്സായിട്ടുള്ളൂ, സ്കൂളിൽ നിന്ന് ഇത് കേൾക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു എഡ്യൂക്കേഷൻ അവിടുന്ന് കൊടുക്കേണ്ടത് തന്നെയാണ്. പിന്നെ കുട്ടികളാണ്, അവർ മനസ്സിൽ ഇത്ര ചെറുപ്പത്തിലേ ആ ഒരു ട്രോമയാണ് ഇൻജെക്ട് ചെയ്ത് വിടുന്നത്. അപ്പോൾ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഓൾവേസ് നമ്മൾ മരണകാലം വരെ അതുണ്ടോ. സോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ കണ്ടിട്ടുള്ള കുട്ടികളോടൊന്നും പോയി അങ്ങനെയൊന്നും സംസാരിക്കണ്ടെന്ന് തന്നെയാണ്. എത്ര നാളെ മൂക്കിത് വന്നിട്ട് വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ, വേറെ എവിടെയൊക്കെ ഉണ്ട്, ഇങ്ങനെയുള്ള ഒരുമാതിരി ഒത്തിട്ട് ചോദ്യങ്ങളൊന്നും ചോദിക്കാതിരിക്കുക എന്ന് തന്നെയാണ് വേറൊരു കാര്യം. പിന്നെ വിറ്റ്ലിഗോ ഉള്ള ഒരാളെ വിവാഹം ചെയ്താൽ എനിക്കുണ്ടാകാൻ പോകുന്ന ഫ്യൂച്ചർ കുട്ടിക്ക് ഇത് വരുമോ, അതെനിക്ക് തോന്നുന്നൊരു മെസ്സേജാണ്. ഐ തിങ്ക് ഞാൻ ഈ ക്വസ്റ്റ്യൻ മുമ്പും ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിനെപ്പറ്റി. ഇതിന് എനിക്കറിയില്ല ഇതിന് ഉത്തരം പറയാനായിട്ട്. കാരണം ദർ ഇസ് എ ചാൻസ് ഓൺലി. മേ ബി വരാം, മേ ബി വരില്ലായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഇല്ലാത്തൊരു പാർട്ട്ണറിനെ കഴിച്ചാലും കുട്ടിക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അവർ ചോദിച്ചതിൻ്റെ എന്താ സീനെന്ന്, കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു റിസ്ക് എടുക്കുന്ന കാര്യമാണ് അവർ ചോദിക്കുന്നത്. ഇതിൽ നമുക്കൊന്നും പറയാനില്ല. ഹെറിഡിറ്ററി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, ഉണ്ട്. അപ്പോൾ ദർ ഇസ് എ ചാൻസ്. ബട്ട് ചിലപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കാം, ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. ബട്ട് ഇതിപ്പോൾ അങ്ങനെ ഒരാളെ കല്യാണം കഴിച്ചിട്ട് മാത്രമല്ല, അങ്ങനെ അല്ലാത്തൊരാളെ കല്യാണം കഴിച്ചാലും ആ ആൾക്കോ അല്ലെങ്കിൽ കല്യാണം കഴിച്ച ആൾക്കോ ഇതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ആക്സെപ്റ്റൻസ് ആണ് ഇതിനൊക്കെ. ഓക്കെ. അപ്പം ഇപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്
ബെൻസിക്ക് എന്തെങ്കിലും റിജക്ഷൻ ഫേസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. മറിച്ച് നമുക്കും റിജക്റ്റ് ചെയ്യാം ആൾക്കാരെ. ഇപ്പം നമ്മളെ ഈ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിൻ്റെ ബൗണ്ടറീസ് വെച്ച് അളന്നത് കൊണ്ട് എപ്പോഴെങ്കിലും ബെൻസി ഒരാളെ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടോ? ഓഫ് കോഴ്സ്. അത് ഫ്യൂ മന്ത്സ് ബിഫോർ ഉണ്ടായിരുന്നൊരു ഇൻസിഡൻ്റ് ആണ്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ആളൊരു വീഡിയോ കോളിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഒരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് അങ്ങനൊരു കാഷ്വൽ ടോക്കിൽ ഞാനുണ്ട്, എൻ്റെ വീട്ടുകാരുണ്ട്. ആ ടോക്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് വീഡിയോ കോളിൽ ഫ്രണ്ടിനോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് സ്പീക്കറിലാണ് ഞങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾ എന്നെ അഭിസംബോധന ചെയ്ത വാക്ക് വെള്ളപ്പാണ്ടുള്ള സ്ത്രീന്നോ അങ്ങനെ ഒരു രീതിയിലായിരുന്നു. ഞാൻ അന്ന് എനിക്ക് ഭയങ്കര ഷോക്കായി. കാരണം ഐ ഡിഡ്ന്റ് എക്സ്പെക്ട്. ഞാൻ ആളെ നല്ല രീതിയിൽ തന്നെ ആളുടെ അടുത്ത് സംസാരിച്ചിട്ടുള്ളൂ അതിന് മുന്നേ വരെ. യെസ്. അപ്പോൾ പെട്ടെന്ന് അത് കേട്ടപ്പോൾ ആളിൽ നിന്ന് എല്ലാം അറിഞ്ഞിട്ടും നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയാം, നമുക്ക് ഇങ്ങനെ കണ്ടീഷനൊന്നും അറിയാം, എന്നിട്ടും ഇപ്പോഴും സ്റ്റിൽ അത് തന്നെ മനസ്സിലിട്ടിട്ടുള്ളത് കൊണ്ടായിരിക്കണമല്ലോ ഒരു ഇതിൽ പൊട്ടിത്തെറിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ബാധിച്ചായിരുന്നു. അതിനുശേഷം എൻ്റെ ഫ്രണ്ടിന് വരെ ആളുടെ അടുത്ത് പ്രശ്നം ഉണ്ടായിരുന്നു, സ്റ്റിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, ഇത് വിട് പറഞ്ഞു. ബട്ട് അറിയില്ല. എൻ്റെ ഫ്രണ്ട് അവളുടെ പാർട്ട്ണർ വരെ എന്നെ വിളിച്ച് സംസാരിച്ചു, സോറിയൊക്കെ പറഞ്ഞു. ബട്ട് ഇതിലിപ്പോൾ അവരൊന്നും ചെയ്തിട്ടില്ലല്ലോ. ആളുടെ ഒരു മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ആളുടെ എന്തെങ്കിലും ബാഡ് മൂഡിലോ ആയിരിക്കാം. ബട്ട് അങ്ങനെ ട്രീറ്റ് ചെയ്യരുത്. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ മാക്സിമം ആ ടോക്ക് കുറച്ചു. ആ ഒരു വ്യക്തിനെ പറ്റിയുള്ള ടോക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ടോക്കുകൾ മാക്സിമം കുറച്ചു. നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ആണ് മെയിൻ. യെസ്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പം ഇതേപോലെ തന്നെ മുന്നോട്ട് പോവട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് എന്തെങ്കിലും നമ്മുടെ ബി4 ബ്ലേസിൻ്റെ പ്രേക്ഷകരോട് പറയാനുണ്ടോ? വിറ്റിലിഗോ അതൊരു രോഗമല്ല, അതൊരു ഓട്ടോ ഇമ്മ്യൂണൽ ഇഷ്യൂ ആണ്. ഇത് ആർക്ക് വേണമെങ്കിലും ഏത് പ്രായത്തിൽ വേണമെങ്കിലും വരും. എന്നിട്ട് നമ്മളാരും പാനിക്കായിട്ട് പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ കോൺഫിഡൻസോടുകൂടി ഇത് എങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആലോചിക്കണം, അതിനെപ്പറ്റി ചിന്തിക്കണം. സെയിം ടൈം വിറ്റിലിഗോ ഉള്ളവരുടെ അടുത്ത് നോർമലായിട്ട് സംസാരിച്ചാൽ മതി. ദേ ആർ ജസ്റ്റ് ലൈക്ക് നമ്മളെപ്പോലെ സാധാരണ മനുഷ്യന്മാർ തന്നെയാണ്. അവരെ സെപ്പറേറ്റ് ആയിട്ടൊരു ഇതായിട്ട് കാണുക, അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസ് നിങ്ങൾക്കിപ്പോൾ അറിയാമല്ലോ ഒരാളുടെ അടുത്ത് സംസാരിച്ചാൽ എങ്ങനെ അവരെ മാനസികമായിട്ട് തകർക്കാൻ പറ്റുമെന്ന്. സോ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് വളരെ നോർമലായിട്ട് സംസാരിക്കാം. മാക്സിമം ഇതിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. ജസ്റ്റ് ഹ്യൂമൻസ്, നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ബി4 ബ്ലേസിന് വേണ്ടി ഇവിടെ വരെ വന്നതിന് താങ്ക് യു സോ മച്ച്. അപ്പം ഞങ്ങൾ രണ്ടുപേരെയും കേട്ടിരുന്ന ബി4 ബ്ലേസിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ബൈ.